നമസ്കാരം. നമുക്കേ ഇന്ന് ഇച്ചിരി ചക്കക്കുരു തോരൻ വെക്കാം. ഇത് അധികം വിളയാത്ത ചക്കയുടെ കുരുവാണ്. അതായത് പാടയൊന്നും എത്തിയെന്നങ്ങ് ഇളകി പോകുന്നില്ല, അങ്ങനത്തെ കുരുവാണ്. ഇത് തോരൻ വെക്കാൻ നല്ലതാണ് കേട്ടോ. പിഞ്ചു കുരു എന്നൊക്കെ പറയും. കൊത്തച്ചക്കയുടെ കുരുവെന്നും പിഞ്ചു ചക്കയുടെ കുരുവെന്നൊക്കെയാണ് പറയുന്നത്. ആ ചക്കക്കുരു തോരൻ വെക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനത് കുറച്ച് പൊളിച്ചെടുത്ത് തോരൻ വെക്കട്ടെ. എങ്ങനെ അരിയുന്നതെന്നൊക്കെ കാണിച്ചു തരാവേ. ഇതിൻ്റെ അങ്ങനെ ഞാൻ ചിരണ്ടി കളയുന്നില്ല. അതിൻ്റെ പുറത്തെ ആ തോട് മാത്രമേ കളയുന്നുള്ളൂ. അകത്തെ ആ ബ്രൗൺ കളറുള്ളത് കളയുന്നില്ല. ഇങ്ങനെ ഇത് പിഞ്ചായതുകൊണ്ട് ഈ പുറത്തെ തോല് കളയുന്ന കൊടുത്തി മറ്റേതും കൂടെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അത് ചിരണ്ടി കളയുന്നില്ല. ഇങ്ങനെ എടുത്തിട്ട് തോല് കളഞ്ഞെടുത്തിട്ട് ഇങ്ങനെ നീളത്തിലാണ് അരിയുന്നത്, കട്ടി കുറച്ച്. അങ്ങനെയാണ് തോരൻ അരിയുന്നത്. മെഴുക്കുവരട്ടിക്കാണെങ്കിൽ ഇച്ചിരി കൂടെ കട്ടിക്ക് അരിയും. അപ്പം ഞാനിത് പൊളിച്ചരിയുന്ന സമയത്തിന് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തോരൻ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇത് തേങ്ങയും മുളകും ഒക്കെ അരിഞ്ഞിട്ട് വെക്കുന്നൊരു തോരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ളത് പൊളിച്ച് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ചക്കക്കുരു ആവശ്യത്തിനുള്ളത് പൊളിച്ചിട്ടുണ്ട്. ഒരു ചെറിയ തോരനുള്ളത് ഒരു 10-15 അത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. നല്ല നീളത്തിൽ കട്ടി കുറച്ചാണ് തോരൻ അരിയുന്നത്. ഇനി നമുക്ക് ഇത് അരിഞ്ഞു കഴിഞ്ഞു. ബാക്കി ഇതിന് തോരനാവശ്യമായിട്ട് കഴുകിയൊക്കെ എടുത്താണ്. തോരനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്ക് തേങ്ങ കൂടുതലിടുന്ന ഇഷ്ടം, ചിലർക്ക് ഇച്ചിരി തേങ്ങ കുറച്ചിടുന്ന ഇഷ്ടം. അപ്പോൾ എനിക്ക് ഇച്ചിരി തേങ്ങ വേണം. തേങ്ങയും ചുവന്നുള്ളിയാണ് ഇടേണ്ടത്. എനിക്കിപ്പോൾ ചുവന്നുള്ളി പൊളിക്കാനുള്ള വടിക്ക് ഞാൻ ഒരു കഷ്ണം സവോള എടുത്തു. ഒരു വലിയ സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇനി കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഇപ്പം കാന്താരി മുളക് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ മേടിക്കുന്ന പച്ചമുളക്, അത് ഇവിടെ കിട്ടുന്ന വണ്ണമുള്ള വലിയ എരിവില്ലാത്ത മുളക് കേട്ടോ. ആ മുളക് എരിവ് കുറവായതുകൊണ്ട് തന്നെ ഒരു 5-6 അരിയുന്നുണ്ട്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതൊന്ന് അരിയട്ടെ. പച്ചമുളക് ആവശ്യത്തിന് അരിയുന്നുണ്ട്. എനിക്ക് ഈ തോരൻ ഇച്ചിരി നല്ല എരിവ് വേണം. അതുകൊണ്ട് ഞാൻ കുറച്ചേറെ മുളക് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവ് കുറവായതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ അരിയുന്നത്. പിന്നെ അരിയാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചിയും വേണം ഇതിന് നല്ലപോലെ. ഇഞ്ചി ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നത് നല്ലതാണ്. ചക്കക്കുരു പൊതുവേ ഗ്യാസ് ഉണ്ടാക്കുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നല്ലപോലെ ഇഞ്ചി ഇടുന്നത് നല്ലതാണ്. ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഗ്യാസൊക്കെ കിട്ടാനുണ്ട്. ഇന്നിപ്പോൾ ന്യൂസിൽ കണ്ടല്ലോ, കേരളത്തിൽ ഗ്യാസിന് ഭയങ്കര ക്ഷാമമെന്നൊക്കെ. നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടോ? എനിക്കേതായാലും ഈ ക്ഷാമത്തിന് മുമ്പ് ഞാൻ കുറ്റി നിറച്ച് വെച്ചതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. അപ്പോൾ ഇഞ്ചി അരിഞ്ഞിട്ടു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പിലയും കൂടെ വേണേ. കറിവേപ്പില ഇട്ടു. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണേ. അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരുവിനകത്തോട്ട് ആവശ്യത്തിന് തേങ്ങ, ചുവന്നുള്ളി, കാന്താരി മുളക്, ഇഞ്ചി, കറിവേപ്പില. ഇവിടെ ചുവന്നുള്ളിക്ക് പകരം സവോളയും കാന്താരി മുളകിന് പകരം മേടിക്കുന്ന പച്ചമുളകുമാണെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ചക്കക്കുരുവിന് അധികം വേവില്ല കേട്ടോ. പിന്നെ നമ്മൾ കനം കുറച്ചല്ലേ അരിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇതിന് അധികം വേവില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് കൈകൊണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിരുമ്മി ചേർക്കണം, മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാവേ. ചക്കക്കുരുവിനകത്തൊന്ന് വെള്ളം ഇറങ്ങുകയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നത്. ബാക്കി പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ വെള്ളം ഇറങ്ങും. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട നമ്മൾ. അപ്പം ഇത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവേലോട്ട് വെക്കാം. എന്നിട്ട് ചെറുതീയിൽ അവിടെ ഇരുന്ന് വേവട്ടെ. ഇത് ചെറുതീയില എന്നും പറഞ്ഞ് അടുപ്പിൽ വെച്ചിട്ട് പോകരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് തുറന്ന് നോക്കി നല്ലപോലെ തിളച്ച് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിടാം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ കാണും. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചായിരുന്നല്ലോ. തന്നെ ഏകദേശം ഒന്ന്
വേവായിട്ടുണ്ട്. നല്ലപോലെ വേകുന്ന ചക്കക്കുരുവായിരുന്നേ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് പിന്നെ കനം കുറച്ച് അരിഞ്ഞേക്കുന്നത് കൊണ്ട് ഏകദേശം പകുതിയോളം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഒന്നുകൂടെ അടച്ചു വെക്കാം, നേരത്തേക്ക് ശരിക്കും വെന്തോളും. വീണ്ടും ഒന്നുകൂടെ തുറന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ലാസ്റ്റത്തെ പരിപാടി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നുള്ളതാണേ. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മൂടി വെച്ചേക്കാം. അതോടെ നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചക്കക്കുരു തോരൻ വെക്കുന്നത്. വെള്ളയ്ക്ക് തോരൻ വെക്കുന്നു. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അതാണ് എൻ്റെ ചക്കക്കുരു തോരൻ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.